ഹായ് എവരി വൺ. ഇന്നത്തെ ടോപ്പിക് നെയിം സർവീസ്. അപ്പോൾ നോർമലി നമ്മൾ എന്തിനാണ് ഒരു നെയിം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനായിട്ടും അതുപോലെ തന്നെ റിസോഴ്സ് ഷെയറിങ്ങിനുമായിട്ടാണ് നമ്മൾ നെയിമിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ നെയിം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെൻഡറിന് റിസീവറിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. രണ്ടുപേർക്കും ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അതായത് ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന നെയിമിനെ അവർ നമ്പറായിട്ട് കൊടുക്കുന്ന നെയിമിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്പർ എന്ന് പറയുന്നത് IP അഡ്രസ്സും കാര്യങ്ങളുമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ നെയിം കൊടുക്കുന്നത് ഇതിനൊക്കെയാണ്, ഫയലിൽ, അതുപോലെ തന്നെ URL, ഇൻ്റർനെറ്റ് ഡൊമൈൻ നെയിം. ഓക്കെ, അപ്പോൾ ഈ നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നെയിമിനെ നെയിംഡ് റിസോഴ്സ് ആയിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നെയിംഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ കൊടുക്കുന്ന നെയിം. ഓക്കെ, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അത് റീസോൾവ് ചെയ്യുന്നത് IP അഡ്രസ് ആയിട്ടും അതുപോലെ തന്നെ റിസോഴ്സ് ആയിട്ടുമാണ്. അതായത് പോർട്ട് നമ്പറും അതുപോലെ തന്നെ പാത്ത് നെയിമും കൂടെ വരുന്നതായിരിക്കും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു നെയിമിംഗ് സർവീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കളക്ഷൻ ഓഫ് നെയിമിംഗ് കോണ്ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ആ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നെയിം സർവീസിലേക്ക് എനിക്ക് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് ഡൊമൈൻ നെയിംസിൻ്റെ കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്, നെയിമിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെയിമിംഗ് കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, നെയിം സർവീസ് എന്ന് പറയുന്നത്. നെയിം കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ടെക്സ്ച്വൽ നെയിമും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ റിസോഴ്സസും അടങ്ങുന്നതാണ് നെയിമിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഇത് നമ്മളൊരു URL കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ URL എന്താ ചെയ്യുന്നത്, DNS ലുക്കപ്പ്, അതായത് ഒരു ഡയറക്ടറി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന URLനെ ആ ഡയറക്ടറിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിസോഴ്സ് ID കിട്ടും. അതായത് IP അഡ്രസ്സ്, പോർട്ട് നമ്പർ, പാത്ത് നെയിമും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ IP അഡ്രസ്സിനെ ARP പ്രോട്ടോകോൾ, ഓക്കെ, അതെന്ത് ചെയ്യും, IP അഡ്രസ്സിനെ MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുകയും അവിടെ നിന്ന് പാത്ത് നെയിം, അതായത് പാത്ത് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെയിം സ്പേസ് എന്താണെന്നുള്ളത് നോക്കാം. നെയിം സ്പേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ വാലിഡ് നെയിംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണം എന്ന്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാലിഡ് നെയിംസിനെയാണ് നമ്മൾ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെയിം സ്പേസിൽ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് അസൈൻ ചെയ്യുന്നതാണ് നെയിമിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതോറിറ്റി അസൈൻ ദ നെയിംസിനെയാണ് നമ്മൾ നെയിമിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്ലാറ്റ് നെയിം സ്ട്രക്ചർ. ഇതിലേക്കായിരിക്കും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലാറ്റ് നെയിം സ്പേസ് ഡിഫിക്കൽട്ടി ടു മാനേജ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈറാർക്കിക്കൽ നെയിം സ്പേസ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഡൊമൈൻ നെയിം സിസ്റ്റം DNSലേക്ക് നോക്കാം. ഓക്കെ, DNS www.facebook.com എന്ന് കൊടുത്താൽ അതാണ് DNS എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ളതാണ് ഡൊമൈൻ നെയിം. ഓക്കെ, ഇനി നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ നെയിമിനെ ഓർഗനൈസേഷണൽ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ജോഗ്രഫിക്കലി ബേസ് ചെയ്ത് നമ്മളതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓർഗനൈസേഷണലി ബേസ് ചെയ്തിട്ടുള്ളതാണ് .com, അതായത് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, EDU എഡ്യൂക്കേഷണൽ, ഗവൺമെൻറ്, മിലിറ്ററി, മേജർ നെറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി നോക്കിയേ, ജോഗ്രഫിക്കൽ ബേസ് ആണെങ്കിൽ .US എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ അർത്ഥം? യുണൈറ്റഡ് സ്റ്റേറ്റ് ആണെന്നും, .UK ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ആണെന്നും, .IN ആണെങ്കിൽ ഇവിടെ .IN ആണ് എങ്കിൽ ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിം കേസ് സെൻസിറ്റീവ് അല്ല. നമ്മളത് ക്യാപിറ്റലിൽ കൊടുത്താലും സ്മോൾ ലെറ്ററിൽ കൊടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? ഈക്വലായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി DNS യൂസ് ചെയ്യുന്നത് ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കാം. ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, ദെൻ ടോപ്പ് ലെവൽ നോഡ്, സെക്കൻഡ് ലെവൽ നോഡ് ആൻഡ് തേർഡ് ലെവൽ നോഡ്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് ലെവലിന് ശേഷം വരുന്ന എല്ലാ ലെവലിനെ നമ്മൾ സബ് ഡൊമൈൻ എന്നാണ് പറയുന്നത്. സബ് ഡൊമൈൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് support.computerhope.com എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ചെയ്യും? ഈ റൂട്ടിലേക്ക് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യുക? റൂട്ട് ആദ്യം നോക്കുന്നത് എന്താണ്? ഇത് ഡോട്ട് എന്താണെന്നുള്ളത്, അതായത് .com. അപ്പോൾ എന്ത് ചെയ്യും? റൂട്ടിൽ നിന്നും .comലേക്ക് പോകും. ഓക്കെ, ആ കോമിൽ നിന്നും അടുത്ത് നമ്മൾ എന്ത് നോക്കും? കമ്പ്യൂട്ടർ ഹോപ്പ്. ഒക്കെ കമ്പ്യൂട്ടർ ഹോപ്പിലേക്ക് വരും. അവിടെ നിന്നും വീണ്ടും റീഡയറക്റ്റ് ചെയ്തത് സപ്പോർട്ടിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ MIT.edu. അപ്പോൾ EDUവിൽ നിന്നും MITയിലേക്ക് വന്നു. ഓക്കെ, ഇനി നോക്കിയേ, support.computerhope.com എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ഓഫ് computerhope.comന്റെയും കോമിന്റെയും കൂടെ സബ് ഡൊമൈൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ computerhope.com എന്നതോ കോമിന്റെ സബ് ഡൊമൈനും ആണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം എന്താണ്? ഓരോ സെർവറാണ്, ഓരോ നെയിം സെർവേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതെല്ലാം ഓരോ നെയിം സെർവേഴ്സ് ആണ്. ഓക്കെ, ഈ നെയിം സെർവേഴ്സിനെ നമ്മൾ സോൺ എന്നാണ് പറയുന്നത്. ഇതൊരു സോൺ, ഇതൊരു സോൺ, ഇതൊരു സോൺ. ഇങ്ങനെ സോൺ ആയിട്ടായിരിക്കും അത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ സോണിലും 2 ടൈപ്പ് ഓഫ് സെർവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് മാസ്റ്റർ സ്ലേവ് സെർവറും ഉണ്ട്, ക്യാഷ് സെർവറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ സെർവറിനകത്ത് എഡിറ്റ് ചെയ്യുന്ന ഡേറ്റ, നമുക്ക് റൈറ്റബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും, റൈറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. സ്ലേവ് സെർവറിനകത്ത് ഈ ഡേറ്റയുടെ, അതായത് മാസ്റ്റർ സെർവറിൽ ഇരിക്കുന്ന ഡേറ്റയുടെ റെപ്ലിക്കേറ്റഡ് കോപ്പീസുമായിരിക്കും സൂക്ഷിക്കുന്നത്. ഇനി ക്യാഷ് സെർവറിൽ എന്താണ്? ക്യാഷ് സെർവർ നമുക്കറിയാം ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാഷ്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് കീപ്പ് ചെയ്യുന്നതാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, DNS സെർവർ ക്യാഷ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ TTL, ടൈം ടു ലൈവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് www.dcs.qmw.ac.uk എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തൊരു DNS റീസോൾവർ ഉണ്ടായിരിക്കും. ഓക്കെ, DNSന്റെ റീസോൾവർ. ആ റീസോൾവർ ഫസ്റ്റ് എവിടെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്? അതിൻ്റെ ക്യാഷിലായിരിക്കും നോക്കുന്നത്, ക്യാഷ് സെർവറിലായിരിക്കും നോക്കുന്നത്. ആ കറസ്പോണ്ടിങ് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് അതായത് ഇതിൻ്റെ IP അഡ്രസ്സ് ഈ ക്യാഷിലുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും, അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ സിസ്റ്റത്തിൽ ആ IP അഡ്രസ്സ് കിട്ടി. ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? IP അഡ്രസ്സ് ARP പ്രോട്ടോക്കോൾ അതിനെ MAC അഡ്രസ് ആക്കി അതിനെ കറസ്പോണ്ടിങ് ഫയൽ സെർവറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ചുള്ള ഡേറ്റ തിരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സെർവർ, അതായത് സിസ്റ്റത്തിൽ www.dcs.qmw.ac.uk എന്ന് കൊടുത്തു. അത് ക്യാഷിലില്ല എങ്കിൽ അതെന്ത് ചെയ്യാം? DNS റിസോൾവർ അതിനെ ഈ റൂട്ട് സെർവറിലേക്ക് അയക്കും. ഓക്കെ, റൂട്ട് സെർവർ
.uk എന്നുള്ളത് നോക്കിയിട്ട് .uk ഏത് സെർവറിലാണോ ഇരിക്കുന്നത് അതിൻ്റെ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നോക്കി നമ്മളിവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മൾ പിന്നീട് എന്താ നോക്കാം, .ac.uk ഏത് സെർവറിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തും. ഓക്കെ, ദെൻ നമ്മൾ എന്താ നോക്കാം, QM അതായത് നമ്മളിപ്പോൾ AC.uk എത്തി. ഇനി എന്താ നോക്കാം, നമുക്ക് QMW.ac.uk IP അഡ്രസ്സ് കിട്ടും. AC.uk IP അഡ്രസ്സ് കിട്ടും. നമ്മളങ്ങനെ ആ സെർവറിലേക്ക് വന്നു. അവിടെ നിന്ന് QMW.ac.uk കണ്ടു. അവിടെ നിന്നും IP അഡ്രസ്സ് കിട്ടിയിട്ട് നമുക്ക് DCS.QMW.ac.uk IP അഡ്രസ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും IP അഡ്രസ്സ്, അതായത് എൻ്റെയർ നമ്മൾ കൊടുത്ത ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് കിട്ടും. ഓക്കെ, ആ IP അഡ്രസ്, അതായത് ഈ ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് കിട്ടും. ഈ IP അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സിസ്റ്റത്തിലേക്ക് കിട്ടുന്നത്. സിസ്റ്റം അത് എന്ത് ചെയ്യും, ആ IP അഡ്രസ്സ് MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് ആ കിട്ടിയ IP അഡ്രസ്സിൻ്റെ ഫയൽ സെർവറിലേക്ക് കണക്ട് ചെയ്യുകയും അവിടത്തേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും അവിടെ നിന്നും റിസൾട്ട് ആക്സസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.